മൂസൽ കാദിം റളിയല്ലാഹു അൻഹു ശരിക്കും മനസ്സിലാക്കണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ, ആ മകളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസനും ഹുസൈനും. അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മഹാനാകുന്ന സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ പ്രശസ്തരാകുന്ന ആളുകളാണ്. ചരിത്രത്തിൽ ഇടം പ്രഥമമായ ഇടം പിടിക്കപ്പെട്ട വലിയ മഹത്തുക്കളാണ്. അവരുടെ മകനാണ് മഹാനാകുന്ന മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണ് മഹാനാകുന്ന മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ പേരക്കുട്ടികളിൽ ഏറ്റവും അടുത്ത അധികാരം നൽകും. മാഷാ അല്ലാഹ്, അവരുടെ ഖബറാണ് നമ്മൾ സിയാറത്തിന് വേണ്ടി പോകുന്നത്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഹിജ്റയുടെ 128 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ഇവിടെ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അബവായിലാണ് ബഹുമാനപ്പെട്ടവർ. മക്കയുടെ അടുത്തുള്ള സ്ഥലം അബവാദ്. മദീനയിലൊരു സ്ഥലമുണ്ട് അബവാ, അതല്ല, മക്കയിലൊരു സ്ഥലമുണ്ട് അബവാദ്. ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ആ മക്കയിലാണ് ജനിക്കുന്നത്. അവിടുന്ന് പിന്നീട് അദ്ദേഹം അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ തിരഞ്ഞെടുത്ത നാട് ഇറാഖിന്റെ നാടാണ്. നമ്മൾ ഇറാന്, ഇറാഖ് ഈ രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഷിയാക്കൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാം മതത്തിന്റെ ആശയാദർശങ്ങൾ വെച്ച് പുലർത്തുന്നവരല്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവർ നമ്മൾ ഒരിക്കലും ചേരുകയില്ല. അവരുടെ ആശയങ്ങളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, അഥവാ സുന്നത്തമായതിന്റെ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ പോകുന്ന കാദിമിയ എന്ന് പറയുന്നത് വലിയ മക്കാമാട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ മക്കാമാണ് കാദിമിയ എന്ന് പറയുന്നത്. ആ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മക്കാമിനേക്കാളൊക്കെ വളരെ വലിയ മക്കാമായി ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന വലിയ മക്കാമാണത്. പക്ഷെ അവരെ അടക്കം ചെയ്തിരിക്കുന്ന മഹാന് സുന്നിയാണ്, നമുക്കും ബന്ധപ്പെട്ടവരാണ്, പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ്. നബിതങ്ങളുടെ പരമ്പരയിൽപ്പെട്ട പ്രത്യേകിച്ച് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കളെയൊക്കെ പ്രത്യേകം വലിയ പരിഗണനയാണ് ഷിയാക്കൾ നൽകിയിട്ടുള്ളത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖലീഫയായി നിലകൊള്ളേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് അവരുടെ വാദം. ഷിയാക്കളുടെ വാദം അതാണ്. അവർ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഖിലാഫത്ത് തട്ടിയവരുടെ വാദം. അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അവരെയൊക്കെ അംഗീകരിച്ചിട്ടാണ് നമ്മൾ സുന്നികളായി നമ്മൾ വരുന്നത്. 4 ഖലീഫമാരെ നമ്മൾ അംഗീകരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും, ഉമർ തങ്ങളെയും, ഉസ്മാൻ തങ്ങളെയും, അലി തങ്ങളെയും എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർക്കെല്ലാവർക്കും പ്രത്യേകമാകുന്ന ബഹുമാനവും ആദരവും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഈ കൂട്ടർ അവർ പ്രത്യേകമായി അലി റളിയല്ലാഹു അൻഹു പരിഗണിക്കുന്നു. അവർക്ക് ശേഷമുള്ള അവരുടെ പ്രിയപ്പെട്ട മക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവർ ഷഹീദാക്കപ്പെട്ട ഭൂമിയും ഈ നാടാണ്, ഇറാഖിലെ കർബലയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും, അവരെ നമ്മൾ സിയാറത്ത് ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കർബലായിൽ പോയി നമ്മൾ സിയാറത്ത് ചെയ്യും. അടുത്ത ദിവസം തന്നെ പോകുന്നതാണ്. അപ്പോൾ പ്രവാചക പരമ്പരയിലുള്ളതാകുന്ന ആ പ്രവാചകന്റെ പേരക്കുട്ടികളെയൊക്കെ ഏറ്റവും കൂടുതൽ വലിയ സ്നേഹം വെക്കുകയും അവരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഉയർത്തിക്കാട്ടുകയും അവരുടെ മക്ബറകളൊക്കെ വളരെ വലുതായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഷിയാക്കൾ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ മൂസൽ കാദിം റളിയല്ലാഹു അൻഹു മക്ബറ വലിയ മക്ബറയാണ്. വലിയ മക്ബറ തന്നെ വെച്ച് ആദരിക്കേണ്ട ആളുകൾ തന്നെയാണ് അവർ. ഞാൻ സൂചിപ്പിച്ച പോലെ ഹിജ്റ 128 ബഹുമാനപ്പെട്ട റബവായിൽ ജന്മമെടുക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ പേര് ഹമീദ എന്നാണ്. പ്രിയപ്പെട്ട പിതാവ് പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കളിൽപ്പെട്ട മഹാനാകുന്ന ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനാണ് മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കാദിം എന്നുള്ള പേര് തന്നെ, മൂസൽ കാദിം എന്ന പേര് വരാൻ തന്നെ കാരണം ദേഷ്യമടക്കി ജീവിച്ചതാകുന്ന മഹാനാണ്. എപ്പോഴും ആരെന്ത് ദേഷ്യപ്പെടുത്തിയാലും അദ്ദേഹം യാതൊരു ദേഷ്യം ഉണ്ടാവില്ല. നമ്മളെ വന്ന് ഓരോരുത്തരും കുറ്റം പറയുന്നത് നമുക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും. പക്ഷെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ആരെങ്കിലും വന്ന് അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞാൽ അവർക്ക് സ്വർണ്ണ നാണയം കൊടുത്ത് അവരെ സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചീത്ത വിളിക്കുന്നവരെ, ശകാരിക്കുന്നവരെ, അദ്ദേഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർക്ക് തന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയം കൊടുത്ത് അവരെയൊക്കെ ആശീർവദിക്കുവാൻ മഹാനാകുന്ന മൂസൽ കാദിം റളിയല്ലാഹു അൻഹു തയ്യാറായി. പലപ്പോഴും നമുക്ക് ആർക്കുമില്ലാത്ത ഏറ്റവും മഹനീയമായ, വളരെ കുലീനമായ, മനോഹരമാക്കപ്പെട്ട ഒരു വിശേഷണമാണത്.
നമ്മളൊക്കെ ആരെങ്കിലും വന്ന് നമ്മളോട് കുറ്റം പറഞ്ഞാൽ നമുക്ക് പിന്നെ അവരോട് വിദ്വേഷമാണ്, അവരോട് വെറുപ്പാണ്, അവരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല, അവരെന്തെങ്കിലും പറയുന്നത് തന്നെ അരോചകമാണ്, അവരോട് തട്ടിക്കയറി നമ്മൾ സംസാരിക്കും, ഇതിന് എതിരായി എന്തെങ്കിലും കമന്റ് ഇടും. പക്ഷേ മൂസൽ കാദിം റളിയല്ലാഹു അൻഹു വളരെ സൗമ്യൻ, പ്രവാചകന്റെ അതേ ശൈലിയും അതേ രീതിയും ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ പ്രമുഖനാകുന്ന മൂസൽ കാദിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിനടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞാൽ അവർക്ക് സ്വർണ്ണ നാണയം കൊടുക്കുമായിരുന്നു. ചിന്തിക്കാൻ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ ഒരു കൃഷി സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു വയലത്ത് ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ഒരു അടിമയെ കാണുകയാണ്. അവന്റെ കഷ്ടപ്പാട് ദുരിതവും ഒക്കെ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ അതിന്റെ മുതലാളിയെ അന്വേഷിക്കുകയും ആ തോട്ടം അത് പരിപൂർണമായി വാങ്ങിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നത് പരിപൂർണമായി വാങ്ങിച്ചെടുത്ത് തന്റെ പ്രിയപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ചോര നീരാക്കി ആ തോട്ടത്തിൽ പണിയെടുക്കുന്നതാകുന്ന കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്ന അടിമയ്ക്ക് ബഹുമാനപ്പെട്ടവർ അത് പരിപൂർണമായി നൽകി എന്നാണ് ചരിത്രം. ആ തോട്ടം അവനായി സ്വന്തമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ദാനധർമ്മത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്നു. മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് പരിപൂർണമായി ചേർന്ന് നിന്ന് അത് അറുതി വരുത്തുവാനും അത് ഇല്ലാതാക്കുവാനും വേണ്ടി വളരെ പരിശ്രമിച്ച വ്യക്തിയാണ് മഹാനാകുന്ന മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. അന്ന് പ്രവാചകൻ പരമ്പരയിൽപ്പെട്ട ആളുകൾ ഹുസൈൻ റളിയല്ലാഹു